ഈ രംഗത്ത് കുറച്ചുകൂടി വലിയ വർക്കുകൾ ചെയ്ത ആരെങ്കിലും അറിയണമെന്നുണ്ടോ? നമ്മൾ കേരളത്തിൽ നിന്ന് പറയുമ്പം മഹ്മൂദ് കുരിയ, ഡോക്ടർ മഹ്മൂദ് കുരിയ. അതെ. പിന്നെ അദ്ദേഹം ഇപ്പോൾ ഒരു മാരിടൈം റിലേഷൻ എന്നൊക്കെ നമ്മൾ പറയല്ലോ, ഈ കടൽ ബന്ധമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ അദ്ദേഹം മരുമക്കത്തായ നമ്മൾ കുറ്റിച്ചിറയിലുള്ള സിസ്റ്റാണ്. ആ ഒരു മരുമക്കത്തായ സിസ്റ്റത്തെ കുറിച്ച് അദ്ദേഹം നടത്തിയ പഠനങ്ങൾ കുറ്റിച്ചിറ നമ്മുടെ നാട്ടിലുള്ള ഒരു സിസ്റ്റം കൂടെയാണത്. അപ്പൊ നമ്മളൊക്കെ ഒരു ചെറുപ്പത്തിലാണെങ്കിൽ നമ്മളെ കുറ്റിച്ചിറ മാത്രം ഉള്ളത് എന്നാണ് നമ്മളൊക്കെ മനസ്സിലാക്കിയത്. പക്ഷേ അദ്ദേഹത്തിന് ഒരു റിസർച്ച് പുറത്തേക്ക് വരുമ്പോൾ അങ്ങനെ ഒന്നുമല്ല. അതിന് വലിയ ഒരു സാംസ്കാരികമായ ഒരു എന്താ പറയാ, ഒരു ഹിസ്റ്ററിയും ഒക്കെ അതിനുണ്ട്. എന്താണ് മരുമക്കത്തായ എന്നുള്ളതൊന്ന് പറയാൻ പറ്റുമോ, എന്താണ് എന്നുള്ളത്? അഥവാ മരുമകൻ ആയി വരുന്ന ആള് പിന്നെ സ്ത്രീ ഭാര്യ വീട്ടിൽ താമസിക്കുന്ന സിസ്റ്റാണ് മരുമക്കത്തായം. അത് പിന്നെ എലാബറേറ്റ് ചെയ്ത് പോകുമ്പോൾ അതിന് പല പിന്നെ കാര്യങ്ങളുണ്ട്. പിന്നെ ക്രയവിക്രയങ്ങളിലടക്കം മാറ്റം വരുന്ന രീതിയൊക്കെ ഉണ്ട്. പക്ഷെ കുറ്റിച്ചിറയിൽ അങ്ങനെ ക്രയവിക്രയത്തെ അത് ബാധിക്കാറില്ല. പിന്നെ ഇപ്പോൾ അനന്തര സ്വത്ത് വീതം വെക്കുമ്പോഴൊക്കെ ബാധിക്കുന്ന തരത്തിൽ മരുമക്കത്തായം പ്രാക്ടീസ് ചെയ്യുന്ന ആളുകളുണ്ട്. പക്ഷെ നമ്മുടെ നാട്ടിൽ കുറ്റിച്ചിറയിലേക്ക് വരുമ്പോൾ അങ്ങനെയല്ല. പിന്നെ വീട്ടിൽ വന്നു നിൽക്കുന്നു എന്നത് മാത്രമേ അവിടെ സംഭവിക്കുന്നുള്ളൂ. അപ്പോൾ ഇതിനാണ് മരുമക്കത്തായം എന്ന് പറയാം. അപ്പോൾ നമ്മുടെ നാട്ടിൽ നടക്കുന്ന ഒരു സംഗതിയൊക്കെ ഇപ്പോൾ അത്ര ഒരു റിസർച്ച് കപ്പാസിറ്റി ഉള്ള സംഗതിയാണെന്ന് വെച്ചാൽ, ഇപ്പോൾ ലോകത്ത് അങ്ങനെ പഠനം നടത്തി അദ്ദേഹത്തിന് വലിയ സ്കോളർഷിപ്പ്, കോടികളുടെ സ്കോളർഷിപ്പ് കിട്ടി. ഇപ്പോൾ അദ്ദേഹം ഒരു യൂറോപ്യൻ നാട്ടിലുള്ളൊരു യൂണിവേഴ്സിറ്റിയിൽ വിസിറ്റിംഗ് പ്രൊഫസറാണ്. ഒപ്പം തന്നെ ഈ പിന്നെ മാരിടൈം റിലേഷൻ എന്ന് പറയുന്ന ഒരു വിഷയത്തിൽ തന്നെ ലോകത്തറിയപ്പെടുന്ന പണ്ഡിതന്മാരിൽ ഒരാളാണ് നമ്മുടെ മലയാളിയായ ഒരു അദ്ദേഹം. അപ്പോൾ അത്തരം സാധ്യതകളിലൂടെ കടന്നുപോയ ആളുകൾ നമ്മുടെ മുന്നിൽ തന്നെ ഉണ്ട് എന്ന് പറയാം. നമ്മുടെ നാട്ടിൽ എപ്പോഴോ ഉണ്ടായി വന്ന ഒരു സമ്പ്രദായം എന്നാണ് നമ്മൾ പലപ്പോഴും ഇതിനൊക്കെ കാണാം. എന്നാൽ ഇതിനൊരു ഗ്ലോബൽ പെർസ്പെക്റ്റീവ് ഉണ്ട് എന്ന് കേൾക്കുമ്പോൾ സ്വാഭാവികമായിട്ടും പല സമൂഹങ്ങളിലും ചിലപ്പോൾ ഇതിന്റെ പല രൂപങ്ങളും ഉണ്ടായിട്ടുണ്ടാകാം. ഇതിപ്പോൾ പറയുമ്പോൾ ഈ സ്പെസിഫിക് ഈ വിഷയത്തെക്കുറിച്ച് പറയുമ്പോൾ പിന്നെ അറബികൾ കച്ചവടത്തിന് വന്ന് താമസിച്ച കോസ്റ്റൽ ഏരിയകൾ ഇപ്പോൾ നമ്മുടെ നാട്ടിൽ തന്നെ പൊന്നാനിയിൽ കുറച്ച് അങ്ങനെ ഉണ്ട്, കണ്ണൂർ ഭാഗത്തുണ്ട്. ഇതൊക്കെ അറബികൾ ഇങ്ങനെ വന്ന് താമസിച്ച സ്ഥലങ്ങളാണ്. മലേഷ്യ, ഇന്തോനേഷ്യ പോലെ അറബികൾ വന്ന് താമസിച്ച് മുസ്ലിം പൈതൃകം ഉണ്ടായിട്ടുള്ള സ്ഥലങ്ങളിലൊക്കെ കോസ്റ്റൽ ഏരിയകളിൽ ഉണ്ട് എന്നാണ് അദ്ദേഹത്തിന്റെ പഠനങ്ങൾ പറയുന്നത്.